Sonu Fabricationന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഈ കാണുന്ന വീട്ടിൽ നമ്മളൊരു കബോർഡിന്റെ വർക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് കിച്ചണിലാണ് ഈ കബോർഡ് വരുന്നത്. ഫെറോ സിമന്റ് സ്ലാബിൽ ചെയ്ത ഒരു കബോർഡാണ് ഇത്. അപ്പോൾ ഇതിൽ ഹെഡ് സെക്ഷൻ എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ വർക്ക്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 1.25 സ്ക്വയർ കൊണ്ട് ഒരു ഫ്രെയിം സെറ്റ് ചെയ്തിട്ട് ഷോപ്പിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 4 ഡോറാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ നമ്മൾ ഒരു 1.25 സ്ക്വയർ എക്സ്ട്രാ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് നമ്മൾ ഹെഡ് സെക്ഷൻ സെറ്റ് ചെയ്യണത്. അപ്പോൾ ഇത് 1 ഇഞ്ച് ഫ്രണ്ടിലേക്ക് തള്ളിച്ച് നിർത്തിയിട്ടാണ് നമ്മൾ ഈ 1.25 ഈ ഫ്രെയിമിൻ്റെ ടോപ്പിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ടോപ്പിൽ എക്സ്ട്രാ നമ്മൾ സെറ്റ് ചെയ്ത 1.25 സ്ക്വയർ കാണാത്ത രീതിയിലാണ് നമ്മൾ ഈ ഹെഡ് സെക്ഷൻ സെറ്റ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് വരുന്ന 4 ഡോറും നമ്മൾ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അടിയിലേക്ക് വരുന്ന 2 ചെറിയ ഡോറും ടോപ്പിലേക്കായിട്ട് 2 വലിയ ഡോറും ആയിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്തത് ഇതിൻ്റെ ഹെഡ് സെക്ഷൻ്റെ 2 സൈഡിലെ ലിപ്പും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ സൈഡിലേക്ക് 1.25 സ്ക്വയർ ഇല്ലാതെയാണ് ഇത് സെറ്റ് ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ലിപ്പ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഫ്രണ്ടിലേക്ക് തള്ളിച്ച് വരുന്ന 1 ഇഞ്ച് വിട്ടിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ ജെ ഫ്രെയിമിൽ ഡോറ് സെറ്റ് ചെയ്യുമ്പോൾ ഹെഡ് സെക്ഷൻ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഹെഡ് സെക്ഷൻ ഡോറിനേക്കായി ഉള്ളിലേക്ക് തള്ളി നിൽക്കും. അപ്പോൾ അങ്ങനെ നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ജെ ഫ്രെയിമിൻ്റെ ഒപ്പം വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഫ്രണ്ടിലോട്ട് മാത്രമാണ് തള്ളി നിൽക്കുള്ളൂ. 2 സൈഡിലും ഷീറ്റിനൊപ്പമായിട്ട് കറക്റ്റായിട്ട് തള്ളിച്ചല്ലാതെ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ഹെഡ് സെക്ഷൻ്റെ ഫ്രണ്ടേജ് അളവെടുക്കുമ്പോൾ നമ്മൾ ഫ്രെയിമിനേക്കായും 2 ഷീറ്റിൻ്റെ കനം എക്സ്ട്രാ ഇട്ടിട്ടാണിത് കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ സൈഡിലേക്കുള്ളത് ലേശം അധികം ഇട്ടിട്ടാണ് സെറ്റ് ചെയ്ത് കൊണ്ടുവരാറുള്ളത്. അപ്പോൾ ഈ ഫ്രെയിമിന് ഇവിടെ വെച്ച് നോക്കുകയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ 2 സൈഡത്തെ അളവും നമ്മൾ ഈ ഫ്രണ്ടിലേക്ക് തള്ളി നിൽക്കുന്ന 1.25 കറക്റ്റായിട്ട് 2 സൈഡും 2 വ്യത്യാസ അളവുണ്ടാവും. അപ്പോൾ അതെടുത്തിട്ട് കറക്റ്റാക്കി കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഫ്രെയിമിനെ സെറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ആദ്യം ഹെഡ് സെക്ഷൻ സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ ഫ്രെയിം സെറ്റ് ചെയ്യണത്. പിന്നെ ആ സെക്ഷനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. 2 സൈഡത്തെ അധികം നിൽക്കുന്ന ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കട്ട് ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് വെച്ച് നോക്കും. അപ്പോൾ കറക്റ്റായി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് ഫ്രെയിമിലേക്ക് സെറ്റ് ചെയ്യാണ്. അപ്പോൾ ഇത് ഫ്രെയിമിലേക്ക് സെറ്റ് ചെയ്യണത് ഇത് 1.25 താഴ്ഭാഗത്തു നിന്നാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഹെഡിൻ്റെ കനം മാത്രമാണ് ഫ്രെയിമിൽ കമ്മിയാക്കുന്നത് ഹൈറ്റിൽ. ഇനി ഇത് ബാക്കിൽ നിന്ന് 1.25 ബാക്കിൽ നിന്ന് ഇത് ഡയറക്റ്റ് സ്ക്രൂ ചെയ്ത് കൊടുക്കുക. താഴത്തുനിന്ന് വേണമെങ്കിൽ റിബിറ്റ് അടിച്ച് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഷീറ്റിൻ്റെ കനം 2 സൈഡും കറക്റ്റാക്കിയതിന് ശേഷം നമ്മളിത് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ 2ഉം ചെയ്യുന്നുണ്ട്. ഇത് ഫ്രണ്ടിൽ നിന്ന് റിബിറ്റ് അടിക്കുകയും ചെയ്യുന്നുണ്ട്, ബാക്കിൽ നിന്ന് സ്ക്രൂ ചെയ്ത് കൊടുക്കണതും ചെയ്യുന്നുണ്ട്. ഒരു ബലത്തിന് വേണ്ടിയിട്ട് 2ഉം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിൽ നിന്ന് സ്ക്രൂ ചെയ്യുമ്പോൾ ഒരു 1.5 ഇഞ്ച് സ്ക്രൂ വെച്ചിട്ട് ഇത് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നീളം കൂടിയ സ്ക്രൂ ആണെങ്കിൽ ഇതിൽ ഫ്രണ്ടിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. ഇത് ഡിസൈൻ ഫ്രെയിമാണ്. അപ്പോൾ 1.5 ഇഞ്ച് സ്ക്രൂ വെച്ചിട്ട് തന്നെ നമ്മളിത് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിനെ പല മോഡലായിട്ട് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. പക്ഷെ നമ്മളിവിടെ ഒരു സിമ്പിളായിട്ടുള്ളൊരു മോഡലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഈ ഫ്രെയിമിനെ നമ്മൾ ഈ ഫെറോ സിമൻറ്റ് സ്ലാബിലേക്ക് സെറ്റ് ചെയ്യാണ്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഷീറ്റ് വരുന്ന ഭാഗത്ത് 2 സൈഡിലും നമ്മൾ ഷീറ്റിൻ്റെ കനം പാക്കിംഗ് ആയിട്ട് വെച്ചതിന് ശേഷം നമ്മൾ ഈ ഫ്രെയിമിനെ ഇതിലേക്ക് ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ആംഗിൾ വെച്ചിട്ട് തന്നെയാണ് നമ്മളിത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ടോപ്പിലും സൈഡിലും എക്സ്ട്രാ സെക്ഷൻ കാണാത്ത രീതിയിൽ തന്നെ നമ്മളിതിനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് കവർ ചെയ്യാൻ ജെ ഫ്രെയിമിൽ തന്നെ ഷീറ്റ് ഇട്ട് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 ഇഞ്ച് സ്ക്വയർ എക്സ്ട്രാ വെച്ച് കൊടുത്തിട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരും.
അപ്പോൾ സെക്ഷൻ വെച്ചിട്ട് നമ്മൾ ഒരുപാട് ഹെഡ് സെറ്റ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, അപ്പോൾ നമ്മൾ ചെയ്തിട്ടുമുണ്ട്. ഇപ്പോൾ സെക്ഷൻ വരാതെ നമുക്കിത് എങ്ങനെ തള്ളിച്ചെടുക്കുക എന്നുള്ളൊരു ഇതിലാണ് നമ്മളിതിങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡിൽ 2 സൈഡിൽ നമ്മൾ ഷീറ്റ് അടിച്ചു കൊടുക്കുകയാണ്. ഇത് ബ്ലാക്ക് കളർ സിലിക്കോണിൽ തന്നെയാണ് നമ്മൾ ഈ ഷീറ്റിനെ ഭിത്തിയിൽ സെറ്റ് ചെയ്യണത്. അപ്പോൾ ഈ ഫ്രെയിമിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കളറ് ചാമ്പ്യൻ ഗോൾഡാണ്. അപ്പോൾ ഇതിൽ വരുന്ന ഷീറ്റ് ഗാലക്സിയുടെ ACP ഷീറ്റാണ്. അപ്പോൾ ഇത് കുറച്ച് ഗ്ലോസിയാണ്. അപ്പോൾ ഇങ്ങനെ ഷീറ്റ് വെച്ച് കവർ ചെയ്യുമ്പോൾ നമ്മൾ ഹെഡ് എക്സ്ട്രാ സെക്ഷൻ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സൈഡിലേക്ക് ഒരുപാട് എക്സ്ട്രാ തള്ളി നിൽക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്തെടുത്തത്. ഡോറ് വരുന്ന ഭാഗത്ത് നമുക്ക് 1 ഇഞ്ച് ഫ്രണ്ടിലോട്ട് തള്ളി നിൽക്കും വേണം. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയയിലാണ് നമ്മളിപ്പോൾ ഇത് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഡോറും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയായിരിക്കും. ഹെഡ് ഉള്ളിൽ പോകാത്ത തന്നെ നമുക്ക് ഫ്രണ്ടിലോട്ട് തള്ളി നിർത്തിയിട്ട് ഡോറിനൊപ്പമായിട്ട് ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എല്ലാ ആംഗിളും ഒട്ടിച്ചു കൊടുക്കുകയാണ്. സൈഡിൽ ഷീറ്റിൻ്റെ എൻഡ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് 1 ഇഞ്ച് ചാനൽ നമ്മളിവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണ് സിലിക്കോണിൽ. അപ്പോൾ നമ്മുടെ ഫ്രെയിമിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഡോറും കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി അടുത്തത് ഡോറ് സെറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മളത് ഫുള്ളായിട്ട് കാണിക്കുന്നൊന്നുമില്ല, നമ്മൾ സ്പീഡിൽ തന്നെ കാണിച്ചു പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിൻ്റെ മുന്നേ നമ്മൾ വാർഡ്രോബിലൊക്കെ ഹെഡ് സെറ്റ് ചെയ്യണത് 2-3 ടൈപ്പ് വേറെ മോഡലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ കാണാത്തവരൊക്കെ ആ വർക്ക് പോയി കാണുക. അപ്പോൾ ഇതിന് മുന്നേ ചെയ്തൊരു വാർഡ്രോബിൽ നമ്മൾ 1 ഇഞ്ച് ലിപ്പിൽ ACP ഷീറ്റൊക്കെ വെച്ചിട്ട് അതിൻ്റെ ടോപ്പിലായിട്ട് ഹെഡ് സെക്ഷൻ വെച്ചൊരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് നമ്മൾ 1.25 സ്ക്വയർ ഡബിളാക്കി വെച്ചിട്ട് ഹെഡ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വർക്കുകളെല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഫാബ്രിക്കേഷൻ വർക്ക് പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് വർക്കുകൾ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ ഹാൻഡിൽ വെക്കുകയാണ്. അപ്പോൾ ഹാൻഡിലും കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷിങ് ആവും. അപ്പോൾ ഇതിൽ ചെറിയൊരു മാഗ്നറ്റും കൂടി നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഇതിൽ കാണിക്കുന്നില്ല, നമ്മൾ സ്പീഡായിട്ട് തന്നെ കാണിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഈ വർക്ക് ഇവിടെ ഫിനിഷിങ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കിത് ഫുള്ളായിട്ട് ഈ വർക്ക് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം.
അപ്പോൾ നമ്മുടെ ഈ വർക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം വർക്കുകൾ നിങ്ങൾക്ക് ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വർക്കുമായി വീണ്ടും കാണാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി.